Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. ഷൊർണൂർ കുളപ്പുള്ളിയിലെ വ്യാപാര സ്ഥാപന ഉടമയെ തൊട്ടാൽ കൈവെട്ടി റോഡിലെറിയുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവിന്റെ ഭീഷണി പ്രസംഗം വിവാദമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ CITU തൊഴിലാളികൾക്ക് അനുകൂലമായുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. വ്യാപാരി നേതാവിനെയും സമൂഹ മാധ്യമങ്ങളിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽ സ്ഥാപനത്തിനു മുൻപിൽ തൊഴിൽ നിഷേധം ആരോപിച്ച് CITU നടത്തുന്ന സമരത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ഭീഷണി പ്രസംഗമുണ്ടായത്. പ്രസംഗം വാർത്തകളിൽ നിറഞ്ഞതോടെ CITU തൊഴിലാളികളെ പിന്തുണച്ചുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. വ്യാപാരി നേതാവിനെ വെല്ലുവിളിച്ചും CITUവിനെ വ്യാപാരിക്ക് അറിയില്ലെന്നുൾപ്പെടെയുള്ള പോസ്റ്റുകളും കമന്റുകളുമാണ് നിറഞ്ഞിരിക്കുന്നത്. CITU സമരത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ അടിസ്ഥാനത്തിൽ കടയടച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. 25 ദിവസത്തോളമായി സ്ഥാപനത്തിനു മുൻപിൽ CITU സമരം നടക്കുകയാണ്. ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു ചേർത്ത ഔദ്യോഗിക വേദികളെല്ലാം അലസുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഇരുവിഭാഗവും പിന്നോട്ടില്ലെന്ന സന്ദേശവും പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ആ തോണ്ടലിന്റെ ചൂടാറുന്നതിന് മുൻപ് ആ കൈ വെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ യോഗം ചെയ്യുന്നത്. ആ നോക്കുകൂലി ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത്, മൈക്ക കെട്ടി പറയേണ്ടി വന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ്. കഴിഞ്ഞ 17-ാം തീയതി മുതൽ ഈ സാധുവിന്റെ കടയ്ക്ക് മുൻപിൽ ഒരു കുടില് കെട്ടിയിരിക്കുക. അന്യായമല്ലേ ഇത്? 25 ദിവസം പിന്നിടുകയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഹൈക്കോടതി പോലും അംഗീകരിച്ച് നൽകിയ ഒരു വിധി അത് അംഗീകരിക്കുകയില്ല. ഈ നാട്ടിൽ ഞങ്ങൾ പറയുന്നതാണ് നീതിയെങ്കിൽ, ഞങ്ങൾ പറയുന്നതാണ് നിയമമെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ആ അഹങ്കാരത്തിന്റെ കൊമ്പ് ഞങ്ങൾ വെട്ടിനുറുക്കി അറബിക്കടലിൽ തള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രകാശേട്ടനെ ഒറ്റയ്ക്ക് ചേർന്ന് നിങ്ങൾ അങ്ങ് മൂക്കിൽ കയറ്റാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേ കളരിയിൽ പഠിച്ചവർ തന്നെയാണ് ഞങ്ങളും എന്ന് പറയാനാ ഞങ്ങൾ ഇവിടെ ചേർന്നത്. VCV ന്യൂസ്, ഷൊർണൂർ.